പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ അത് നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിൽ പോലീസ് ശ്രമം തുടരുകയാണ്. ജർമ്മനിയിലുള്ള രാഹുലിനെ ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് നാട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഹാജരാകാൻ ആവശ്യപ്പെട്ട് അമ്മയ്ക്കും സഹോദരിക്കും വീണ്ടും നോട്ടീസ് നൽകും. ഒളിവിൽ പോകാൻ രാഹുലിനെ സഹായിച്ച രാജേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. അനീഷ് കുമാറാണ് ചെയ്തത്. അനീഷ്, ഗുഡ് മോർണിംഗ്. അനീഷ്, ഈ കേസ് അതിങ്ങനെ പോവുകയാണല്ലോ. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം നിലവിൽ? ഈ അന്വേഷണ സംഘത്തിന്റെ ഒരു കരുതൽ എന്താണ്? അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഉടൻ തന്നെ ഇയാളെ രാഹുൽ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ട് അവർ? എൽദോ, അന്വേഷണ സംഘത്തിന് അങ്ങനെ വളരെ പെട്ടെന്ന് രാഹുലിനെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഇപ്പോൾ ഇല്ല. കാരണം അയാൾ ജർമ്മനിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ജർമ്മനിയിലേക്ക് പോയ വിവരം കുടുംബവും ഒപ്പം സുഹൃത്തും നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെ പേരിൽ സുഹൃത്തിനും കുടുംബത്തിനുമെതിരെ ഈ തെളിവ് നശിപ്പിക്കാൻ അല്ലെങ്കിൽ സാക്ഷിയെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്ന കുറ്റത്തിന് കേസെടുക്കുകയും ഈ സുഹൃത്ത് രാജേഷ് മാങ്കാവ് സ്വദേശിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇയാൾ ബംഗളൂരു വരെ ഈ രാഹുലിനൊപ്പം പോയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇന്നലെ അറസ്റ്റ് ചെയ്ത ഇയാളെ മജിസ്ട്രേറ്റ് കോടതിയിൽ കൂടി ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ ഇതേ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇരുവർക്കും ഇന്നലെ നോട്ടീസ് നൽകിയിരുന്നു പോലീസിൽ ഹാജരാവാൻ. പക്ഷേ അവർ അമ്മയ്ക്ക് ഈ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവർ ചികിത്സയിൽ കഴിയുകയാണ്. അതുകൊണ്ട് അവർ ആശുപത്രിയിൽ നിന്നും ഇറങ്ങുന്ന മുറയ്ക്ക് വീണ്ടും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനുള്ള ഒരുക്കമാണ്. എന്തായാലും ജർമ്മനിയിലേക്ക് ആളെത്തി കഴിഞ്ഞിരിക്കുന്നു. ജർമ്മൻ പൗരത്വം ഇയാൾക്ക് ഉണ്ട് എന്നാണ് നേരത്തെ കുടുംബം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിലെ ഇടപെടൽ കൂടി വേണ്ടി വരും ഇയാളെ അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒക്കെ ഒരു സഹായം പോലീസിന് നടത്തിയിട്ടുണ്ട്. നേരത്തെ ഇന്റർപോളിന്റെ നോട്ടീസ് നൽകിയ ശേഷം ബ്ലൂ കോർണർ നോട്ടീസ് അയച്ചിരുന്നു. ഇതിനു മുന്നാലെ യെല്ലോ കോർണർ നോട്ടീസ് അയക്കുന്നതിനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്നും ആദ്യഘട്ടത്തിൽ വലിയ അലംഭാവം കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. പ്രതി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് എത്തി മൊഴി നൽകിയെങ്കിൽ പോലും അന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് അടക്കമുള്ള നടപടിക്രമങ്ങളോ ഗുരുതരമായ ചുമത്തിയിരുന്നില്ല. നിലവിൽ പോലീസ് ഊർജിതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രതി കേരളത്തിലേക്ക് എത്തിക്കാൻ ഒന്നും പര്യാപ്തമല്ലാത്ത വിധം പ്രതി പുറത്തേക്ക് പോയിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും പോലീസ് പ്രതിയെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ ഒപ്പം രാഹുലിന്റെ അനീഷ് കുമാർ, അനീഷിന്റെ ടെലിഫോൺ അതിൽ എന്തോ പ്രശ്നം ഫീൽ ചെയ്യുന്നു അനീഷ്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ കോഴിക്കോട് പന്തീരങ്കാവൽ അവിടെ ഗാർഹിക പീഡന കേസ് അത് വലിയ വിവാദമാണ്. ആ വിവാദത്തിൽ പ്രതിയായിട്ടുള്ള രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നു. ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി ഇപ്പോൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അന്വേഷിച്ച് സൂചിപ്പിച്ച പോലെ അത്ര എളുപ്പമല്ല, അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കില്ല. നയതന്ത്ര ഇടപെടലൊക്കെ വേണ്ടി വരുന്ന ഒരു സാഹചര്യം. എന്താണെങ്കിലും രാഹുലിനെ എത്തിക്കാൻ പോലീസിന് കഴിയുമെന്ന് കരുതാം. ആദ്യ സമയത്തെ അലംഭാവം, അനാസ്ഥ മാറ്റി നിർത്തി പോലീസ് ഉണർന്ന് പ്രവർത്തിക്കട്ടെ.